ഒരാഴ്ചയിൽ ഏറ്റവും നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഞായറാഴ്ച കേട്ടോ. കാരണം ശനിയാഴ്ചയും നമുക്ക് പല പല പ്രോഗ്രാമുകൾ വരാറുണ്ട്. പക്ഷെ ഞായറാഴ്ച നമ്മുടെ ഒഫീഷ്യൽ കാര്യങ്ങളൊന്നും വരാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ദിവസം ഞായറാഴ്ചയാണ്. ഇപ്പോൾ രാവിലെ ഒരു ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പം വിഷു ഓടി വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ പണി വളരെ എളുപ്പമായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസത്തെ ഇഡ്ഡലി ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ സാമ്പാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ചൂടാക്കി വെക്കൽ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ വീട്ടിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗാർഡനിലൊക്കെ ഒന്ന് കറങ്ങി. ഇതാണ് ബൊഗൈൻവില്ല. ഇത് ഞാൻ പലയിടത്തു നിന്നും കളക്ട് ചെയ്തുകൊണ്ട് വെച്ചതാണ് കേട്ടോ. ഇതിലിപ്പം നിറയെ പൂക്കളുണ്ടായി. പിന്നെ ഈ കാണിക്കുന്നൊരു പ്രഹസനമാണേ. അതായത് എന്നും രാവിലെ അകത്തിരുന്ന് കഴിക്കുന്ന ഞാൻ ഇത് പുറത്തിരുന്ന് കഴിക്കുക കേട്ടോ. എന്ന് വെച്ചാൽ വീഡിയോയിലൊരു ക്ലാരിറ്റി വരാൻ വേണ്ടി ഈ പുറത്തിരുന്ന് കഴിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വിഷുവിനെ കുറച്ച് അക്ഷരങ്ങളൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ എല്ലാം ഒന്ന് പിടിക്കാൻ പറ്റൂ. അക്ഷരങ്ങളൊക്കെ ഒന്ന് എഴുതിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ആളെ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ വിളിച്ചാൽ ഭയങ്കര മടിയാണ് വരാൻ. പിന്നെ ഈ ഒരു ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് അധികം തിരക്കൊന്നുമില്ല, ആളെ നന്നായിട്ട് കൈകാര്യം ചെയ്യാവുന്നതുമാണ്. ഉച്ചക്കലത്തേക്ക് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ കറികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എക്സ്ട്രാ ആയിട്ട് ഒരൊറ്റ കറി മാത്രമേ നമ്മൾ വെക്കുന്നുള്ളൂ. കോളിഫ്ലവറാണ് കേട്ടോ. കുറച്ച് പൈസ ഇവിടെ വാങ്ങിയിട്ടിട്ട് ഇവിടെ കിടന്ന് വാടിപ്പോയപ്പോഴത്തേക്കും ഞാനും വിഷുവും കൂടെ കോളിഫ്ലവറിലുള്ള പരിപാടിയാണ്. എനിക്കും വിഷുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കേട്ടോ ഇതിൻ്റെ മസാല, അതിന് മസാലക്കറി വയ്ക്കുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അടുക്കളയിൽ കയറിയിട്ട് മസാല ചെയ്യാനുള്ള പരിപാടിയിലാണ്. പിന്നെ അത്യാവശ്യം ഞാൻ അവനെയും ഓരോ കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പിന് വിളിക്കും കേട്ടോ. വൈകിട്ട് ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ തട്ടുകടയിൽ പോയി. ഇത് ഞങ്ങളുടെ സ്വന്തം തട്ടുകടയാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് ഫുൾ ഫ്രീഡമാണ്. അപ്പോൾ ഈ കാണുന്ന ചേട്ടനും ചേച്ചിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അതുകൊണ്ടാണ് അവരുടെ കൂട്ടത്തിൽ ചാടിക്കയറിയെന്ന് ഇത്രയും വീഡിയോസൊക്കെ എടുക്കുന്നത്. ചേച്ചിക്ക് വീഡിയോസിലൊക്കെ വരാൻ ഭയങ്കര നാണക്കേടാണ്. പക്ഷേ ഞാൻ വിട്ടു കൊടുക്കുമോ? ഞാൻ വീഡിയോ കാണിച്ചിട്ടേ അടങ്ങത്തുള്ളൂ. ലാസ്റ്റ് വന്ന് എനിക്കൊരു അടിയും തന്നി, ഈ പെണ്ണിനൊരു പണിയില്ലേന്ന് ചോദിച്ചതിനെ വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടം എന്താണെന്ന് പറയുക, ഇവിടുത്തെ ഓംലെറ്റ് കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചത് ദോശയും ഓംലെറ്റും ചിക്കൻ കറിയാണ് കഴിച്ചത്. ചിക്കൻ കറിയുടെ മസാലയൊക്കെ അടിപൊളിയാണ്. നമ്മൾ കഴിക്കുമ്പോൾ ആ ഫ്ലേവറൊക്കെ ഇങ്ങനെ മുന്നിൽ നിൽക്കുക. അങ്ങനെ ഞാനും ചേച്ചിയും മക്കളും ഒക്കെ ഇവിടുന്ന് മൂക്കമുട്ട കഴിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്ളോഗും റീൽസും അതും ഇതൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ഞായറാഴ്ച ഇങ്ങനെ കിടന്നു.